തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്ന് CPM നേതാക്കൾ തട്ടിയെടുത്തത് ലക്ഷങ്ങൾ. CPM നിയമം ഏരിയ കമ്മിറ്റി അംഗം VN വിനോദ് കുമാറിന് സ്വന്തം സാലറി സർട്ടിഫിക്കറ്റിൽ ചിട്ടി അനുവദിച്ചത് 11 തവണയാണ്. വ്യാജരേഖകളും ഈടും നൽകി ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ലക്ഷങ്ങൾ തട്ടിയെടുത്തു. താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കണ്ടെത്തലിന് പിന്നാലെ മേൽ നടപടികൾ മരവിപ്പിച്ച് CPM ജില്ലാ നേതൃത്വം. ജനം ബ്രേക്കിംഗ്. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ പ്രജിത് മോഹനൻ നൽകും. പ്രജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്? തിരുവനന്തപുരം മണക്കാട് താലൂക്ക് എംപ്ലോയീസ് സംഘത്തിലാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് അത് CPM നേതാക്കൾ നടത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരിശോധനയിലാണ് ഈ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്. ബാങ്ക് ഭരണസമിതിയിലെ പല CPM നേതാക്കൾക്കും കൃത്യമായ രേഖകളില്ലാതെ അല്ലെങ്കിൽ വ്യാജരേഖകളെന്ന് വിളിക്കാവുന്ന രേഖകൾ സമർപ്പിച്ച് കോടികൾ ചിട്ടി രൂപത്തിലും മറ്റ് വായ്പ ഇനത്തിലുമൊക്കെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM നിയമം ഏരിയ കമ്മിറ്റി അംഗം VN വിനോദ് കുമാറിന് 11 തവണയാണ് സ്വന്തം സാലറി സർട്ടിഫിക്കറ്റിൽ NDMS ചിട്ടി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ 9 തവണയും സാലറി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് വെച്ചാണ് തുക നൽകിയത്. അതായത് അയാളുടെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് വെച്ച് അയാൾക്ക് തന്നെ തുക അനുവദിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വിനോദ് കുമാറിന് 18.26 ലക്ഷം വായ്പാ കുടിശ്ശിക, 20.3 ലക്ഷത്തിൻ്റെ MDMS കുടിശ്ശികയും ഉൾപ്പെടെ ആകെ 38.56 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ KCU എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള B അനിൽകുമാറിന് മാത്രം 64 ലക്ഷം രൂപയുടെ ബാധ്യത ഈ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 34 ലക്ഷം വായ്പാ കുടിശ്ശിക, MDS ചിട്ടികളിലായ ബാധ്യത 30.25 ലക്ഷം രൂപ. അങ്ങനെ സാലറി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉപയോഗിച്ചാണ് ഇവർക്ക് എല്ലാവർക്കും ഈ രീതിയിൽ ബാങ്കിൽ നിന്ന് ഈ പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും മറ്റ് വിവിധ നേതാക്കളൊക്കെ ഉണ്ട്. ഈ ഒരു TS സജീവ് എന്ന് പറയുന്നയാൾക്ക് ഇതുപോലെ ലക്ഷങ്ങൾ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നീന CR എന്ന് പറയുന്ന CPM നേതാവിനും 9ഓളം ചിട്ടികളിലൂടെ പണം എടുത്തിരിക്കുന്നു. 5 സാലറി സർട്ടിഫിക്കറ്റുകളിലും തീയതി രേഖപ്പെടുത്താതെ നൽകിയാണ് ഈ പറയുന്ന നീന CR അവർക്ക് ചിട്ടി നൽകിയിരിക്കുന്നത്. അതും പലതും പകർപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനപ്പെട്ടത് ഈ പറയുന്ന സഹകരണ സംഘത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചിട്ടികളും വായ്പകളും ഒക്കെ നൽകിയിരിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ മിക്കവാറും ഒന്നിനും മുൻകൂർ അനുമതിയോ ബാങ്ക് ഭരണസമിതി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള യോഗങ്ങളുടെയൊന്നും അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. സാലറി സർട്ടിഫിക്കറ്റുകൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ കൃത്യമായി വന്നിരിക്കുന്നു. ഈ വിശദ പരിശോധനയ്ക്ക് തുടർ ഈ പറയുന്ന ചിട്ടികളുടെയും വായ്പകളുടെയും ഒക്കെ കാര്യത്തിൽ വിശദ പരിശോധനയ്ക്കും ഇങ്ങനെയൊരു നിർദ്ദേശം ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ CPM നേതൃത്വം ഇടപെട്ട് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനം പ്രാദേശികമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സംഘങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ തിരുവനന്തപുരം മണക്കാട് പ്രവർത്തിക്കുന്ന ഈ എംപ്ലോയീസ് സഹകരണ സംഘം എന്നുള്ളത്. അപ്പോൾ അത്രയും കുറച്ച് വർഷങ്ങൾ പഴക്കവുമുണ്ട്. അങ്ങനെ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ ഇത്രയധികം രൂപ CPM നേതാക്കൾ അത് പല CPM നേതാക്കളായി തട്ടിയെടുത്തു എന്നുള്ളതിനും അതിലെ ബാങ്ക് ഭരണസമിതിയടക്കം കൂട്ടുനിന്നു എന്നുള്ളതുമാണ് ഗുരുതരമായ കണ്ടെത്തലുകളായി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടേതായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിന് മേലുള്ള തുടർ നടപടികൾ ഏതാണ്ട് CPM നേതൃത്വം ഇടപെട്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. രാഖി.